നമസ്കാരം. പ്രധാന വാർത്തകൾ. ബി.ജെ.പിയെ ഒറ്റയ്ക്ക് നേരിടാൻ കോൺഗ്രസും CPM-ഉം ഭയപ്പെട്ടു തുടങ്ങിയെന്ന് ബി.ജെ.പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ. കേരളത്തിലും ഇരുവരും ചേർന്ന് ഒറ്റ സ്ഥാനാർത്ഥി നിർത്തിയാൽ മതിയെന്നും ശോഭാ സുരേന്ദ്രൻ. ബി.ജെ.പി പരിവർത്തന യാത്രയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം. വയനാട്ടിൽ പോലീസ് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട മാവോയിസ്റ്റ് CP ജലീലിന്റെ മൃതദേഹം പാണ്ടിക്കാട്ടെ വീട്ടുവളപ്പിൽ ഖബറടക്കി. മൃതദേഹം എത്തിച്ചത് വൻ പോലീസ് സുരക്ഷയും. മണ്ണാർക്കാട് ആനമുടിയിൽ മാവോയിസ്റ്റ് അനുകൂല പോസ്റ്ററുകൾ. വനിതാ ദിനത്തിൽ പ്രത്യക്ഷപ്പെട്ട പോസ്റ്ററിലുള്ളത് സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. പോലീസ് അന്വേഷണം ആരംഭിച്ചു. PMAY ഗുണഭോക്താക്കളെ ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് വഞ്ചിച്ചെന്ന വാർത്ത അടിസ്ഥാനരഹിതവും രാഷ്ട്രീയ പ്രേരിതവുമെന്ന് പ്രസിഡന്റ് P. അരവിന്ദാക്ഷൻ. വീട് ലഭിക്കാതിരുന്നത് കേന്ദ്രത്തിന്റെ അധിക കോട്ട പ്രതീക്ഷിച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയവർക്കെന്ന് പ്രസിഡന്റ്. ബ്ലോക്ക് പഞ്ചായത്ത് വീട് നൽകുമ്പോൾ ആദ്യ പരിഗണന ഇവർക്കെന്നും പ്രസിഡന്റ്. പാലക്കാട് DCC പ്രസിഡന്റ് VK ശ്രീകണ്ഠൻ നയിക്കുന്ന ജയ്ഹോ പദയാത്ര മണ്ണാർക്കാട് പര്യടനം നടത്തി. മോദി ഭരണത്തിൽ രാജ്യം 10 വർഷം പിറകോട്ട് പോയെന്ന് VK ശ്രീകണ്ഠൻ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. നരേന്ദ്രമോദിയോട് രാഷ്ട്രീയമായി ഏറ്റുമുട്ടാൻ സാധിക്കാതെ രാഹുൽ ഗാന്ധി പിണറായി വിജയന്റെ സഹായം തേടിയിരിക്കുകയാണ് ഇപ്പോഴെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ. BJP പരിവർത്തന യാത്രയ്ക്ക് ചെറുപ്പശ്ശേരിയിൽ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. മോദി ഭരണത്തിൽ ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറിയെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയെ ഒറ്റയ്ക്ക് നേരിടാൻ കോൺഗ്രസിനും CPM-നും ഭയമാണെന്നും കേരളത്തിന് പുറത്ത് രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയും പിണറായി വിജയന്റെ പാർട്ടിയും ഒന്നാണെന്നും കേരളത്തിലും LDF-നും UDF-നും കൂടി ഒരു സ്ഥാനാർത്ഥി മതിയെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായി രാഷ്ട്രീയപരമായി ഏറ്റുമുട്ടാൻ സാധിക്കാതെ രാഹുൽ ഗാന്ധിയുടെ പാർട്ടി പിണറായി വിജയന്റെ പാർട്ടിയുടെ സഹായം തേടിയിരിക്കുകയാണ് ഇപ്പോൾ. അല്ലേ? പാലക്കാട് വാളയാർ കഴിഞ്ഞാൽ കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും ഒന്നാണ്. പശ്ചിമ ബംഗാളിൽ മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ഒന്നാണ്. ഞങ്ങൾ ഇവിടത്തെ എന്റെ പ്രസംഗം കേൾക്കുന്നതിൽ LDF-കാരും UDF-കാരും ഉണ്ടാകും. ഒരു ചെറിയ ഉപകാരം നിങ്ങൾ ചെയ്യണം. നിങ്ങൾ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ LDF-നും UDF-നും ചേർന്ന് ഒരു സ്ഥാനാർത്ഥി മതി. ഞങ്ങൾ ഒറ്റയ്ക്ക് നിങ്ങൾ 2 മുന്നണികളോടും ഏറ്റുമുട്ടാനുള്ള ആർജവം തന്റേടം അത് NDA-ക്കുണ്ട്. ഇന്ത്യയെ ഒരു കരുത്തുറ്റ രാജ്യമാക്കി മാറ്റാൻ കഴിഞ്ഞ 5 വർഷത്തെ മോദിയുടെ ഭരണം കൊണ്ട് സാധിച്ചു. സാധാരണക്കാരായ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ സർക്കാർ നടത്തിയ ഇടപെടൽ മാതൃകാപരമാണ്. കാശ്മീരിൽ ഭീകരാക്രമണത്തിൽ പട്ടാളക്കാർ കൊല്ലപ്പെട്ട സംഭവത്തിൽ പാകിസ്ഥാന് ശക്തമായ മറുപടി നൽകാൻ മോദി സർക്കാരിനായി. ഇന്ത്യയുടെ നീക്കത്തിൽ പാകിസ്ഥാൻ ഭയന്നെന്നും ലോകരാജ്യങ്ങളുടെ പിന്തുണ ഇന്ത്യക്ക് ലഭിച്ചത് മോദി സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾക്കുള്ള വലിയ അംഗീകാരമാണെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. ജാഥയുടെ ഷൊർണൂർ നിയോജക മണ്ഡലം സ്വീകരണമാണ് ചെറുപ്പശ്ശേരിയിൽ നടന്നത്. മാർച്ച് 5-ന് ഗുരുവായൂരിൽ നിന്നുമാണ് യാത്ര ആരംഭിച്ചത്. ചെറുപ്പശ്ശേരി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന സ്വീകരണ യോഗത്തിൽ BJP മണ്ഡലം പ്രസിഡന്റ് NP സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് N ശിവരാജൻ, സംസ്ഥാന സെക്രട്ടറി P കൃഷ്ണകുമാർ, സംസ്ഥാന കമ്മിറ്റി അംഗം അലി അക്ബർ, മഹിളാ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ VT രമ, BJP ജില്ലാ പ്രസിഡന്റ് E കൃഷ്ണദാസ്, KV ജയൻ, VB മുരളീധരൻ, K കൃഷ്ണകുമാർ, K രാജു, P ജയൻ എന്നിവർ പങ്കെടുത്തു. യാത്രയുടെ വെള്ളിയാഴ്ചത്തെ പര്യടനം പട്ടാമ്പിയിൽ സമാപിച്ചു. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ നയിക്കുന്ന പരിവർത്തന യാത്രയ്ക്ക് മണ്ണാർക്കാടും സ്വീകരണം നൽകി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിധിയെടുത്ത് രാജ്യത്തിന്റെ വികസനത്തിന് നേതൃത്വം നൽകിയ നരേന്ദ്രമോദിയുടെ വ്യക്തിത്വത്തെ മാനിച്ചാകണമെന്നും ശോഭാ സുരേന്ദ്രൻ മണ്ണാർക്കാട് പറഞ്ഞു. എല്ലാവർക്കും വേണ്ടി നാട് ഭരിച്ച് വിജയകരമായി തന്റെ ദൗത്യം പൂർത്തീകരിച്ച ഒരു പ്രൈം മിനിസ്റ്റർ ഒരു ഭാഗത്ത് നിൽക്കുന്നു. മറുഭാഗത്ത് MP രാജേഷിന്റെ പാർട്ടിയുടെയും കോൺഗ്രസുകാരുടെയും ലീഗുകാരുടെയും എല്ലാവരുടെയും ഒരുമിച്ച് ഒരു നേതാവ് ദേശീയ രാഷ്ട്രീയത്തിൽ രാഹുൽ ഗാന്ധി നിൽക്കുന്നു. ജനം ഒരു വിധിയെഴുത്തിന് തയ്യാറാകുമ്പോൾ ജനമെടുക്കേണ്ട തീരുമാനം നിങ്ങൾക്ക് 300 പദ്ധതികളിലൂടെ രാജ്യത്തിന്റെ വികസനത്തിനു വേണ്ടി ധർമ്മം മാത്രം നോക്കി കറകളഞ്ഞ വ്യക്തിത്വത്തിന്റെ ഉടമയായ നരേന്ദ്രമോദിയുടെ പ്രവർത്തനങ്ങളുടെ മികവിന് നിങ്ങളുടെ മനസ്സിന്റെ അംഗീകാരം അത് നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കണം എന്ന് ആവശ്യപ്പെടാൻ വേണ്ടിയാണ്
ഈ പരിവർത്തന യാത്ര. മണ്ണാർക്കാട് GMUP സ്കൂളിന് സമീപമാണ് സ്വീകരണം നൽകിയത്. മണ്ഡലം പ്രസിഡന്റ് PM ജയകുമാർ അധ്യക്ഷനായി. നേതാക്കളായ C കൃഷ്ണകുമാർ, B മനോജ്, കൃഷ്ണദാസ്, വേണുഗോപാൽ, സുമേഷ്, ബിജു നെല്ലമ്പാനി തുടങ്ങിയവർ സംസാരിച്ചു. വയനാട്ടിൽ പോലീസ് തണ്ടർബോൾട്ട് സേനാംഗങ്ങളുമായുണ്ടായ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട മാവോയിസ്റ്റ് CP ജലീലിന്റെ മൃതദേഹം പാണ്ടിക്കാട്ട് വളരാട്ടിലെ വീട്ടുവളപ്പിൽ ഖബറടക്കി. വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ വെള്ളിയാഴ്ച വൈകിട്ടാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി CP ജലീലിന്റെ മൃതദേഹം വെള്ളിയാഴ്ച പകൽ 2:30 പാണ്ടിക്കാട്ട് വളരാട്ടിലുള്ള വസതിയിലെത്തിച്ചത്. വൻ പോലീസ് സംഘം തന്നെ മൃതദേഹത്തെ അനുഗമിച്ചിരുന്നു. നിരവധി ആളുകൾ ഈ സമയം ജലീലിന്റെ വീട്ടിലും പരിസരത്തുമായി തടിച്ചുകൂടിയിരുന്നു. ജലീലിന്റെ മാതാവ്, സഹോദരങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് മൃതദേഹം കാണാൻ നാട്ടുകാർ അവസരമൊരുക്കി. 20 മിനിറ്റ് നേരത്തെ പൊതുദർശനത്തിനു ശേഷം മൃതദേഹം സംസ്കരിച്ചു. വീട്ടുവളപ്പിൽ തയ്യാറാക്കിയ ഖബറിലാണ് മൃതദേഹം സംസ്കരിച്ചത്. ബുധനാഴ്ച രാത്രിയാണ് വയനാട് വൈത്തിരിയിലെ റിസോർട്ടിൽ പോലീസ് തണ്ടർബോൾട്ട് സേനയും മാവോവാദികളും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായത്. ഈ ഏറ്റുമുട്ടലിലാണ് 28-കാരനായ CP ജലീൽ വെടിയേറ്റ് മരിച്ചത്. 2015 പോലീസ് മാവോയിസ്റ്റ് വേട്ട ശക്തമാക്കിയതിനെ തുടർന്ന് ഒളിവിൽ പോയ ജലീലിനെക്കുറിച്ച് ബന്ധുക്കൾക്കോ നാട്ടുകാർക്കോ യാതൊരു വിവരവുമുണ്ടായിരുന്നില്ല. ജലീൽ കൊല്ലപ്പെട്ട വിവരം ദൃശ്യമാധ്യമങ്ങൾ വഴിയാണ് ബന്ധുക്കൾ പോലും അറിഞ്ഞത്. സംസ്കാര ചടങ്ങിൽ ജലീലിൻ്റെ ബന്ധുക്കളും നാട്ടുകാരും മനുഷ്യാവകാശ പ്രവർത്തകരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ. മണ്ണാർക്കാട് ആനമൂളിയിൽ മാവോയിസ്റ്റ് അനുകൂല പോസ്റ്ററുകൾ. വനിതാ ദിനത്തോടനുബന്ധിച്ച് സ്ത്രീ സുരക്ഷ സംബന്ധിച്ച പോസ്റ്ററുകളാണ് ആനമൂളി ബസ് സ്റ്റോപ്പിൽ ഒട്ടിച്ചിരിക്കുന്നത്. മണ്ണാർക്കാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. CPI മാവോയിസ്റ്റ് ഭവാനി ദളം എന്ന പേരിലാണ് പോസ്റ്ററുകൾ ഉള്ളത്. സ്ത്രീകളെ അനുകൂലിക്കുന്നതാണ് പോസ്റ്ററിലെ വാചകങ്ങൾ. സ്ത്രീകളെ അടിച്ചമർത്താൻ ദൈവത്തിൻ്റെ പേരിൽ നടക്കുന്ന ഭരണവർഗ പുരുഷാധിപത്യം എതിർക്കുക, സ്ത്രീ പുരുഷ സമത്വം സ്ഥാപിക്കുക തുടങ്ങിയ വാചകങ്ങളാണ് പോസ്റ്ററിലുള്ളത്. വെള്ളിയാഴ്ച രാവിലെ നാട്ടുകാരാണ് പോസ്റ്ററുകൾ കണ്ടെത്തിയത്. തുടർന്ന് പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. മണ്ണാർക്കാട് CI TP ഹർഷാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. PMAY ഗുണഭോക്താക്കളെ ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് വഞ്ചിച്ചുവെന്ന വാർത്ത അടിസ്ഥാനരഹിതവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P. അരവിന്ദാക്ഷൻ. 2018-2019 വർഷത്തിൽ കേന്ദ്രത്തിൽ നിന്നും അധിക കോട്ട അനുവദിച്ചാൽ ഉൾപ്പെടുത്തുന്നതിനായാണ് 32 പുതിയ ഗുണഭോക്താക്കളുടെ അപേക്ഷ പരിഗണിച്ച് രേഖകൾ വാങ്ങിയത്. എന്നാൽ കഴിഞ്ഞ വർഷം അഡീഷണൽ കോട്ട അനുവദിച്ചില്ലെന്നും ബ്ലോക്ക് പഞ്ചായത്തിന് പുതിയ വീട് നിർമ്മാണത്തിന് പദ്ധതി ലഭ്യമായാൽ ആദ്യ അവസരത്തിൽ ഇവരെ പരിഗണിക്കുമെന്നും ബ്ലോക്ക് പ്രസിഡന്റ് പറഞ്ഞു. കേന്ദ്രാവിഷ്കൃത ഭവന പദ്ധതിയായ PMAY പ്രകാരം 2017-2018 വർഷത്തിൽ ജനറൽ, മൈനോറിറ്റി വിഭാഗങ്ങളിലായി ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്തിന് അനുവദിച്ച വീടുകളുടെ എണ്ണം കോട്ട പൂർണ്ണമായും പൂർത്തീകരിച്ചിരുന്നു. ആ വർഷം അധികം വീടുകൾ അനുവദിച്ചാൽ ഉപയോഗപ്പെടുത്താനായോ അതല്ലെങ്കിൽ 2018-2019 വർഷത്തിൽ അനുവദിക്കുന്ന കോട്ടയിൽ ഉൾപ്പെടുത്തുന്നതിനായോ ലക്ഷ്യമിട്ടാണ് ബ്ലോക്ക് പഞ്ചായത്തിൽ 32 പുതിയ ഗുണഭോക്താക്കളുടെ അപേക്ഷ പരിഗണിച്ച് രേഖകൾ വാങ്ങിയത്. എന്നാൽ കഴിഞ്ഞ വർഷം അഡീഷണൽ കോട്ട അനുവദിച്ചില്ല എന്ന് മാത്രമല്ല, ഈ വർഷം ഒരു വീട് പോലും ജനറൽ വിഭാഗത്തിൽ കേന്ദ്ര സർക്കാർ അനുവദിച്ചതുമില്ല. കേന്ദ്ര സർക്കാർ പദ്ധതിയുടെ സ്ഥിതി ഇതായിരിക്കെ ബ്ലോക്ക് പഞ്ചായത്തിന് അപേക്ഷകരുടെ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ സാധിച്ചതുമില്ല. ഈ വസ്തുത മുഴുവൻ ഗുണഭോക്താക്കളെയും യോഗം വിളിച്ചു ചേർത്ത് അറിയിച്ചിരുന്നു. കൂടാതെ ബ്ലോക്ക് പഞ്ചായത്തിന് പുതിയ വീട് നിർമ്മാണത്തിന് പദ്ധതി ലഭ്യമായാൽ ആദ്യ അവസരത്തിൽ തന്നെ ഈ അപേക്ഷകരെ പരിഗണിക്കാമെന്ന് ഉറപ്പു നൽകിയിട്ടുണ്ട്. 4 ലക്ഷം രൂപ അനുവദിക്കുന്ന ഒരു വീടിന് കേന്ദ്ര സർക്കാർ വിഹിതം കേവലം 72,000 രൂപ മാത്രമാണുള്ളത്. ശേഷിക്കുന്ന തുകയിൽ 48,000 രൂപ സംസ്ഥാന സർക്കാരും 2,80,000 രൂപ ത്രിതല പഞ്ചായത്തുകളുമാണ് വഹിക്കുന്നത്. ഈ പദ്ധതിയുടെ ചുമതല കേന്ദ്ര സർക്കാരിനായതിനാൽ ആദ്യ ഗഡു ലഭിച്ചെങ്കിൽ മാത്രമേ പദ്ധതി ഏറ്റെടുക്കാൻ ബ്ലോക്ക് പഞ്ചായത്തിന് കഴിയുകയുള്ളൂ. ഈ സാഹചര്യമാണ് കേരളത്തിലെ മുഴുവൻ ബ്ലോക്കിലും നിലനിൽക്കുന്നത്. വസ്തുത ഇതായിരിക്കെ ബ്ലോക്ക് പഞ്ചായത്താണ് വീട് കിട്ടാതിരിക്കാൻ കാരണക്കാരെന്ന് തെറ്റായ വാർത്ത പ്രചരിപ്പിക്കുന്നത് അടിസ്ഥാനരഹിതവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P. അരവിന്ദാക്ഷൻ പറഞ്ഞു. 2,72,000 രൂപ കേരളത്തിലെ ത്രിതല പഞ്ചായത്തുകളുടെ പദ്ധതി വിഹിതത്തിനാണ് അനുവദിച്ചുകൊണ്ടിരിക്കുന്നത്. വസ്തുത ഇതായിരിക്കെ ഒരു ഭാഗത്ത് പ്രചരണം ഇതെല്ലാം കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയാണ് എന്നതാണ്. ഞങ്ങൾ അത് ആ അർത്ഥത്തിൽ തന്നെ മുഖവിലക്കെടുക്കുന്നു. കേന്ദ്ര ഗവൺമെന്റാണ് PMAY പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത്. പക്ഷേ കേവലം 72,000 രൂപ മാത്രമാണ് ഇതിൽ അനുവദിക്കുന്നത്. പക്ഷേ പ്രാഥമികമായി 72,000 രൂപ അനുവദിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറായെങ്കിൽ മാത്രമേ ഈ പദ്ധതിയിലേക്ക് ഒരു ഗുണഭോക്താവിനെ എൻ്റർ ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയുള്ളൂ. കേന്ദ്ര ഗവൺമെൻറ് കാണിക്കുന്ന ഇത്തരം ഒരു നിരുത്തരവാദപരമായ സമീപനത്തിനോട് പ്രതിഷേധിക്കുന്നതിന് പകരം കേവലം ബ്ലോക്ക് പഞ്ചായത്താണ് ഇതിന് ഉത്തരവാദികൾ എന്ന് പറയുന്നത് ഇത് ഇരുട്ടുകൊണ്ട് ഒട്ടടയ്ക്കുകയോ അല്ലെങ്കിൽ താൽക്കാലികമായി ബ്ലോക്ക് പഞ്ചായത്തിനെതിരെ കരിവാരി തേക്കാനുള്ള ശ്രമമായിട്ടാണ് കാണുന്നത്. അത്
വീട് അനുവദിക്കാത്ത കേന്ദ്ര സർക്കാർ നിലപാട് തുറന്നുകാട്ടുന്നതിനു പകരം അവരെ വെള്ളപൂശുന്നതിനും ബ്ലോക്ക് പഞ്ചായത്തിനെ വിമർശിക്കുന്നതിനും ശ്രമിക്കുന്ന രാഷ്ട്രീയ കപടതയെ പൊതുജനങ്ങളും ഗുണഭോക്താക്കളും തിരിച്ചറിയണമെന്നും പി അരവിന്ദാക്ഷൻ ഡെൽസിറ്റി ന്യൂസിനോട് പറഞ്ഞു. 19 വർഷത്തിൽ ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്തിന് വീട് അനുവദിച്ച് കിട്ടുകയായിരുന്നുവെങ്കിൽ ഈ ഗുണഭോക്താക്കൾക്ക് കൃത്യമായി അർഹമായ തുക അനുവദിച്ചു കൊടുക്കാൻ ഞങ്ങൾ ഉത്തരവാദിത്തമുള്ളവരാണ്. ഞങ്ങൾ ചെയ്യുമായിരുന്നു. കേന്ദ്ര ഗവൺമെൻറ് ഈ പദ്ധതി അനുവദിച്ച് തരാതിരിക്കെ ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്തിനെ കരിവാരിത്തേക്കാൻ, ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങളെ സമൂഹമധ്യത്തിൽ ഇകച്ചു കാട്ടാൻ ചില നിക്ഷിപ്ത രാഷ്ട്രീയ താൽപ്പര്യക്കാർ ഇറങ്ങിത്തിരിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വാദവും അഭിപ്രായവുമായി ഗുണഭോക്താക്കളെ കൊണ്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. പാലക്കാട് DCC പ്രസിഡന്റ് വി കെ ശ്രീകണ്ഠൻ നയിക്കുന്ന ജയ്ഹോ ജില്ലാ പദയാത്രയ്ക്ക് മണ്ണാർക്കാട് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. നരേന്ദ്രമോദി ലോകം കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരനാണെന്നും 5 വർഷത്തെ ഭരണം രാജ്യത്തെ 10 വർഷം പിറകോട്ട് കൊണ്ടുപോയെന്നും വി കെ ശ്രീകണ്ഠൻ പറഞ്ഞു. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP ഗവൺമെന്റ് 5 വർഷം ഭരിച്ചപ്പോൾ തന്നെ 10 വർഷം ഇന്ത്യയെ എല്ലാ അർത്ഥത്തിലും പിറകോട്ടടിച്ച ഒരവസ്ഥയാണ്. രാജ്യത്തിന്റെ സുരക്ഷ വലിയ അപകടത്തിലാണെന്ന് ഇന്ത്യയുടെ പട്ടാളക്കാരുടെ ഭീകരാക്രമണത്തിന് വിധേയമായി മരിച്ചു വീണവരുടെ എണ്ണം പരിശോധിച്ചാൽ അറിയാം. രാജ്യത്തിന്റെ ഐക്യവും സമാധാനവും തകർന്നു. സാമ്പത്തികമായ അരാജകത്വം എല്ലാ വിഭാഗം ജനങ്ങൾക്കും സംഭാവന ചെയ്തു. പൊതുവെ ജനങ്ങളെ വലിയ തോതിൽ കൊള്ളയടിക്കപ്പെട്ടു എന്നല്ലാതെ നമ്മുടെ രാജ്യത്തെ അഴിമതിയുടെ ചെളിക്കുണ്ടിൽ പൂത്താൻ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പ്രതിരോധ അഴിമതി കേസിൽ പ്രതിക്കൂട്ടി നിൽക്കുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. വർഗീയതയും ഫാസിസവും പരാജയപ്പെടുന്നു, കോൺഗ്രസ് ജയിക്കുന്നു എന്ന മുദ്രാവാക്യവുമായാണ് DCC പ്രസിഡന്റ് വി കെ ശ്രീകണ്ഠൻ പദയാത്ര നയിക്കുന്നത്. രാവിലെ തെങ്കരയിലാണ് ആദ്യ സ്വീകരണം നൽകിയത്. തുടർന്ന് മണ്ണാർക്കാട്, കുമരമ്പത്തൂർ, കോട്ടോപ്പാടം എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം വൈകുന്നേരം അലനല്ലൂരിൽ യാത്ര സമാപിച്ചു. ഗ്രാമാന്തരങ്ങളിലൂടെ നഗരപ്രദേശങ്ങളിലൂടെ 88 പഞ്ചായത്ത് ജനകീയമായ ബന്ധത്തിലുള്ള മാർച്ച് മാസം 15-ാം തീയതി പാലക്കാട് സമാപിക്കുമ്പോൾ പാലക്കാടിന്റെ ചരിത്രത്തിൽ KPCC സെക്രട്ടറി PJ പൗലോസ്, DCC സെക്രട്ടറി P അഹമ്മദ് ഷറഫ്, OP ഷെരീഫ്, VV ഷൗക്കത്ത് അലി, PR സുരേഷ്, N ശംസുദ്ദീൻ MLA തുടങ്ങിയവർ വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ സംസാരിച്ചു. ഇടവേള. വാർത്തകൾ തുടരുന്നു. മണ്ണാർക്കാട് ആറാട്ടുകടവിൽ റവന്യൂ വകുപ്പും സ്വകാര്യ വ്യക്തികളും തമ്മിലുള്ള ഭൂമി തർക്ക വിഷയം ഏപ്രിൽ 15 തീർക്കുമെന്ന് തഹസിൽദാർ സുനിൽ മാത്യു. മണ്ണാർക്കാട് പൂരത്തിന്റെ പ്രധാന ഭാഗങ്ങളിലൊന്നായ കഞ്ഞിപ്പാർച്ച നടക്കുന്ന സ്ഥലമാണ് തർക്ക വിഷയം. പൂരം പതിവ് പോലെ നടത്തുന്നതിനുള്ള സൗകര്യമുണ്ടായിരിക്കുമെന്നും റവന്യൂ അധികൃതർ താലൂക്ക് ഓഫീസിൽ നടന്ന ഹിയറിംഗിൽ പറഞ്ഞു. മണ്ണാർക്കാട് അരകുറിശി ഉദയർക്കുന്ന ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷത്തിന്റെ ഭാഗമായ കുന്തിപ്പുഴ ആറാട്ടുകടവിലെ കഞ്ഞിപ്പാർച്ച നടക്കുന്ന സ്ഥലത്തെ സംബന്ധിച്ച തർക്കം ഏപ്രിൽ 15 അളന്നു തിട്ടപ്പെടുത്തി മേൽ നടപടിയെടുക്കുവാൻ താലൂക്ക് ഓഫീസിൽ നടന്ന സംയുക്ത ഹിയറിംഗ് യോഗത്തിൽ തീരുമാനിച്ചു. ഈ വർഷത്തെ പൂരവും ആറാട്ടുകടവിലെ കഞ്ഞിപ്പാർച്ചയും ആറാട്ടും മുൻ വർഷങ്ങളിലേതുപോലെ തന്നെ യാതൊരു മാറ്റവുമില്ലാതെ നടത്താനും യോഗത്തിൽ തീരുമാനിച്ചു. കൂടാതെ സ്വകാര്യ വ്യക്തികൾ കഴിഞ്ഞ ദിവസം സ്ഥാപിച്ച വേലിക്കാലുകൾ ഉടൻ നീക്കം ചെയ്ത് പൂർവ്വസ്ഥിതിയിലാക്കണം. റവന്യൂ സർവേ നടപടികൾ ഏപ്രിൽ 15 പൂർത്തിയാക്കണം. ആറാട്ടുകടവ് ശുചീകരണം പൂരക്കമ്മിറ്റിക്കാരും തർക്കമുള്ള സ്ഥലത്തേത് മുനിസിപ്പാലിറ്റിയിലെ കുടുംബശ്രീ, അയ്യങ്കാളി, തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവരെ കൊണ്ട് മുനിസിപ്പാലിറ്റി ചെയ്യിപ്പിക്കണം. ഇവിടെ JCB പോലുള്ള യന്ത്രങ്ങളെ ആശ്രയിക്കാൻ പാടില്ല. എന്നാൽ ആറാട്ടുകടവിലെ കഞ്ഞിപ്പാർച്ച സ്ഥലത്ത് JCBയുടെ ഉപയോഗമുണ്ടെന്ന് പൂരക്കമ്മിറ്റിക്കാർക്ക് ബോധ്യപ്പെടുന്ന പക്ഷം ഉപയോഗിക്കാവുന്നതാണ്. നൂറ്റാണ്ടുകളുടെ പാരമ്പര്യം അവകാശപ്പെടാനുള്ള മണ്ണാർക്കാട് പൂരത്തിന്റെ കഞ്ഞിപ്പാർച്ച സ്ഥലത്തിൽ 1 ഇഞ്ച് പോലും സ്വകാര്യ വ്യക്തികളുടെ ഭൂമി ആവശ്യമില്ലെന്നും പുഴ അളന്നു തിട്ടപ്പെടുത്തേണ്ടത് റവന്യൂ വകുപ്പ് അധികൃതരാണെന്നും ഉടൻ കഞ്ഞിപ്പാർച്ച സ്ഥലം അടയാളപ്പെടുത്താൻ സത്വര നടപടി സ്വീകരിക്കണമെന്നും പൂരക്കമ്മിറ്റി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ഏപ്രിൽ 15 ഈ സ്ഥലം അളന്ന് പരിശോധിച്ച് ഇത് സംബന്ധിച്ച് ഒരു വ്യക്തമായിട്ടുള്ള ഒരു
കൃത്യമായ ഒരു അളവ് നടത്തിയതിന് ശേഷം എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ചതിന് ശേഷം ഈ വിഷയത്തിൽ ഒരു ശാശ്വത പരിഹാരം കാണും എന്ന് ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഈ വർഷത്തെ പൂരാഘോഷവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ തർക്കങ്ങൾ ഇപ്പോൾ ഇവിടെ പരിഹരിക്കപ്പെട്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട പൂരാഘോഷവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം മാത്രമല്ല, ഇപ്പോൾ പുഴയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്ന പുഴയുടെ ഭൂമി അല്ലെങ്കിൽ പുഴ കയ്യേറ്റം എന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ അത് പരിശോധിക്കപ്പെടേണ്ടത് കേവലം ഒരു പൂരാഘോഷ കമ്മിറ്റിയുടെയോ കഞ്ഞിപ്പാർച്ചയുടെയോ മാത്രം പ്രശ്നമായിട്ട് ചുരുക്കി കാണേണ്ടതല്ല. അത് നമ്മുടെ പൊതുവായ വിഷയമാണ്. ഇതിൻ്റെ പരിപൂർണ്ണ അധികാരം മുനിസിപ്പാലിറ്റിക്കാണ്. തീർച്ചയായും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബന്ധപ്പെട്ട അധികൃതർ പരിശോധിക്കുമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വർഷത്തെ പൂരാഘോഷവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായും സുഗമമായും നടത്തുന്നതിനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. താലൂക്ക് സർവേ ഉൾപ്പെടുത്തി ബന്ധപ്പെട്ട ആളുകൾ ഉൾപ്പെടുത്തി ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഭംഗിയായി നിർവഹിക്കുമെന്നും കൃത്യമായി നിർവഹിക്കുമെന്നും ഏപ്രിൽ 15-നകം അത് പൂർത്തീകരിക്കുമെന്നും തഹസിൽദാർ യോഗത്തിൽ ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. താലൂക്ക് ഓഫീസിൽ നടന്ന യോഗത്തിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ MK സുബൈദ അധ്യക്ഷയായി. തഹസിൽദാർ സുനിൽ മാത്യു, CI TP ഹർഷാദ്, പൂരക്കമ്മിറ്റി പ്രതിനിധികളായ M പുരുഷോത്തമൻ, KC സച്ചിദാനന്ദൻ, ഡെപ്യൂട്ടി തഹസിൽദാർ MB രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. മഹാത്മാഗാന്ധിയെ തോൽപ്പിക്കാനാണ് ഗുജറാത്തിൽ 182 അടി ഉയരത്തിലുള്ള പട്ടേൽ പ്രതിമ BJP സ്ഥാപിച്ചതെന്ന് CITU കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗം നാസർ കൊളായി പറഞ്ഞു. എടത്തനാട്ടുകര യത്തീംഖാനയിൽ DYFI മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച TP സിദ്ദിഖ് അനുസ്മരണ പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ നിപ്പ പിടിപെട്ടപ്പോൾ സ്വർഗത്തിലേക്ക് കോണിവെച്ച് കയറുന്ന മുസ്ലിം ലീഗും ഹിന്ദു ഉണരണമെന്ന് പറയുന്ന BJPയും സംഘപരിവാറും ഇതിനെ നേരിടാൻ ഉണ്ടായില്ലെന്നും കമ്മ്യൂണിസ്റ്റുകാർ മാത്രമാണ് ഇതിനെതിരെ പ്രവർത്തിച്ചതെന്നും CITU കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗം നാസർ കൊളായി പറഞ്ഞു. നിപ്പ ബാധിച്ച വീടുകൾ ഉണ്ടായിരുന്നു, അവിടെ പരിചരിക്കാനുണ്ടായിരുന്നു. ആരുണ്ടായിരുന്നു അവിടെ? ഇല്ലേ? സ്വർഗത്തിലേക്ക് കോണി വെച്ച് കയറ്റുന്ന മുസ്ലിങ്ങളെ കോണി വെച്ച് കയറ്റുന്ന പാർട്ടി ഉണ്ടല്ലോ ഈ നാട്ടില്. നിപ്പ ബാധിച്ച് മുസൽമാൻ മരിച്ചപ്പോ നിങ്ങൾ ഉണ്ടായോ അവിടെ? ഉണരണം, ഹിന്ദു ഉണരണം. ഉണർന്ന ഹിന്ദുവിന് രോഗം വന്നപ്പോ അത് മരിച്ചു വീണപ്പോ ആ മരിച്ച വീട്ടിലേക്ക് BJPക്കാരാ സംഘപരിവാറുകാരാ നീ ഉണ്ടായിരുന്നു? അവിടേക്ക് ഉണ്ടായിരുന്നില്ല. അവിടെ ഉണ്ടായിരുന്നത് ഞങ്ങളാണ്, കമ്മ്യൂണിസ്റ്റുകാർ. DYFI എടത്തനാട്ടുകര മേഖലാ ജോയിന്റ് സെക്രട്ടറി ആയിരുന്ന TP സിദ്ദിഖിന്റെ 9ാമത് അനുസ്മരണ പൊതുയോഗമാണ് എടത്തനാട്ടുകര യത്തീംഖാനയിൽ നടന്നത്. ചടങ്ങിൽ DYFI എടത്തനാട്ടുകര മേഖലാ പ്രസിഡന്റ് M കൃഷ്ണകുമാർ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം M ജിനേഷ്, അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് അംഗം KT നാസർ, M ജയകൃഷ്ണൻ, KC റിയാസുദ്ദീൻ, PV സെബാസ്റ്റ്യൻ, അബൂബക്കർ, M അബ്ദുൽ കരീം തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പരിപാടിയുടെ ഭാഗമായി രക്തദാന ക്യാമ്പ് നടത്തി. എഴുത്തിന്റെ ലോകത്ത് അരനൂറ്റാണ്ട് പിന്നിട്ട ശ്രീകൃഷ്ണപുരം കൃഷ്ണൻകുട്ടിയുടെ പുരപ്പുറത്തേക്ക് ചായുന്ന മരങ്ങൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ഞായറാഴ്ച വൈകിട്ട് നടക്കും. ഭാരവാഹികൾ ശ്രീകൃഷ്ണപുരത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. എഴുത്തിന്റെ 50 വർഷം പൂർത്തിയാക്കുന്ന ശ്രീകൃഷ്ണപുരം കൃഷ്ണൻകുട്ടിയുടെ 10ാമത്തെ പുസ്തകമാണ് ഞായറാഴ്ച വൈകിട്ട് പ്രകാശനം ചെയ്യുന്നത്. 26 ചെറുകഥകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കഥാസമാഹാരമാണ് പുരപ്പുറത്തേക്ക് ചായുന്ന മരങ്ങൾ. വർത്തമാനകാല ജീവിതം, പരിസരങ്ങളെ വിചാരണ ചെയ്യുന്നവയാണ് ഈ കഥ. സമാഹാരത്തിലെ ഓരോ ചെറുകഥകളും അടിച്ചമർത്തപ്പെടുന്ന പെൺജീവിതങ്ങൾ, ആണത്തം, അധികാരസ്വരൂപം, ഹിംസയെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് കൂട്ടുപിടിക്കുന്ന രാഷ്ട്രീയ ച്യുതികൾ എല്ലാം വാരിക്കൂട്ടാനുള്ള ആർത്തിയിൽ കൈമാറപ്പെടുന്ന മൂല്യസങ്കല്പം എന്നിവ പുരപ്പുറത്തെ ചായുന്ന മരങ്ങൾ എന്ന പുസ്തകത്തിലൂടെ ശ്രീകൃഷ്ണപുരം കൃഷ്ണൻകുട്ടി വരച്ചു കാണിക്കുന്നു. ഞായറാഴ്ച വൈകിട്ട് 4:30 ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് അങ്കണത്തിൽ വെച്ച് നടക്കുന്ന ചടങ്ങിലാണ് പുസ്തകം പ്രകാശനം ചെയ്യുന്നത്. മുണ്ടൂർ സേതുമാധവൻ പുസ്തകം പ്രകാശനം ചെയ്യും. TK ശങ്കരനാരായണൻ പുസ്തകം സ്വീകരിക്കും. പുറത്തേക്ക് ചായുന്ന മരങ്ങൾ എന്ന കഥാസമാഹാരത്തെക്കുറിച്ച് രഘുനാഥൻ പറളി സംസാരിക്കും. സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. തുടർന്ന് ശ്രീകൃഷ്ണപുരത്തെ പ്രാദേശികമായ എഴുത്തുകാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള റൈറ്റേഴ്സ് ലോക്കസ് എന്ന കൂട്ടായ്മ നാട്ടെഴുത്ത് എന്ന പേരിൽ ചർച്ചയും ഉണ്ടാകും. MB രാജേഷ് MP മുഖ്യ അതിഥിയായിരിക്കും. SP രാമനുണ്ണി അധ്യക്ഷത വഹിക്കും. പ്രാദേശികമായ നിരവധി എഴുത്തുകാർ നാട്ടെഴുത്തിൽ പങ്കെടുക്കും. പുരോഗമന കലാസാഹിത്യ സംഘം, ലൈബ്രറി കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ മലയാള ഐക്യവേദി എന്നീ സംഘടനകളുടെ പുരോഗമന കലാസാഹിത്യ സംഘം, ലൈബ്രറി കൗൺസിൽ നേതൃസമിതി, മലയാള ഐക്യവേദി എന്നീ സംഘടനകളുടെ നേതൃത്വത്തിലാണ് പരിപാടി നടക്കുന്നത്. ഇതിൻ്റെ ഉദ്ഘാടനം, പുസ്തക പ്രകാശനത്തിൻ്റെ കർമ്മം നിർവഹിക്കുന്നത് ജില്ലയിലെ ഇന്നത്തെ ഏറ്റവും മുതിർന്ന എഴുത്തുകാരനായിട്ടുള്ള ശ്രീ മുണ്ടൂർ സേതുമാധവൻ മാസ്റ്ററാണ്. അദ്ദേഹം അത് കൽപ്പാത്തിയുടെ കഥാകാരൻ എന്നൊക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ശ്രീ TK ശങ്കരനാരായണന് നൽകിക്കൊണ്ടാണ് ഇത് നിർവഹിക്കുക. അതിൽ കഥകളെക്കുറിച്ച്, കൃഷ്ണൻകുട്ടി മാസ്റ്റർ കഥകളെക്കുറിച്ച് രഘുനാഥൻ പറളി എന്ന സാഹിത്യകാരൻ സംസാരിക്കും. ശ്രീകൃഷ്ണപുരത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ജനറൽ കൺവീനർ MP പ്രിയേഷ്, ചെയർമാൻ C രാധാകൃഷ്ണൻ, ജോയിന്റ് കൺവീനർ AP കേലു, കഥാകൃത്ത് ശ്രീകൃഷ്ണപുരം കൃഷ്ണൻകുട്ടി എന്നിവർ പങ്കെടുത്തു.
ഏലംകുളം ഗ്രാമപഞ്ചായത്തിൽ പരിരക്ഷാ ഉല്ലാസ സംഗമം സംഘടിപ്പിച്ചു. സ്നേഹസ്പർശം എന്ന പേരിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ആയിഷ ഉദ്ഘാടനം ചെയ്തു. ശാരീരിക വൈകല്യങ്ങളും രോഗാവസ്ഥയും മറന്ന് ഏലംകുളം ഗ്രാമപഞ്ചായത്തിലെ പരിരക്ഷാ ഗുണഭോക്താക്കൾ ഒത്തുകൂടി. സ്നേഹസ്പർശം എന്ന പേരിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ആയിഷ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് എം വി സുഭദ്ര അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ ഷീബ ഹരിദാസ്, അനിൽ ടി പി, എം രമ്യ എന്നിവരും അബൂബക്കർ, എൻ പി ഉണ്ണികൃഷ്ണൻ, എം എ അജയ്കുമാർ, നാലകത്ത് ഷൗക്കത്ത്, പി കെ കേശവൻ, പുരുഷോത്തമൻ പുതുമന, പി ഗോവിന്ദപ്രസാദ്, സി കുഞ്ഞിരാമൻ, AMN ഭട്ടതിരിപ്പാട്, പെരിന്തൽമണ്ണ നഗരസഭാ കൗൺസിലർ ഹഫ്സ മുഹമ്മദ്, സാന്ത്വനം കോർഡിനേറ്റർ സലീം കിഴിശ്ശേരി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റീന പെട്ടമണ്ണ, തഹസിൽദാർ എം സുരേഷ്, ഡെപ്യൂട്ടി തഹസിൽദാർ എ വേണുഗോപാൽ, കെ ജലജ, ഡോക്ടർ അമീറ, ജയച്ചൈ, അരുൺ തുടങ്ങിയവർ സംസാരിച്ചു. നാടൻപാട്ട്, നൃത്തനൃത്യങ്ങൾ, തിരുവാതിരക്കളി തുടങ്ങിയ കലാപരിപാടികളുമുണ്ടായി. കുലിക്കല്ലൂർ ചുണ്ടമ്പറ്റ BVUP സ്കൂളിന്റെ വാർഷികം വിപുലമായി ആഘോഷിച്ചു. മുഹമ്മദ് മോസിൻ MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. പഠന പാഠ്യേതര വിഷയങ്ങളിൽ മികവ് പുലർത്തുന്ന കുലക്കല്ലൂർ ചുണ്ടമ്പറ്റ BVUP സ്കൂളിന്റെ 36ാമത് വാർഷിക പരിപാടികൾ വിപുലമായാണ് ആഘോഷിച്ചത്. വാർഷിക പരിപാടികളുടെ ഭാഗമായി ഗണിത വിജയ പ്രഖ്യാപനവും ഗണിത ലാബിന്റെ ഉദ്ഘാടനവും വിരമിക്കുന്ന അധ്യാപികയ്ക്കുള്ള ആദരായണവും നടന്നു. എം മോഹസിൻ MLA പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾ വലിയ മാറ്റത്തിലേക്കാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന് ഉദ്ഘാടന പ്രഭാഷണത്തിൽ എം മോഹസിൻ MLA പറഞ്ഞു. നമുക്കറിയാം, നമ്മുടെ കുട്ടികൾ, വളർന്നു വരുന്ന കുട്ടികൾക്ക് ഏറ്റവും മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കൊടുത്താലാണ് കേരളം ഏറ്റവും മെച്ചപ്പെട്ട സ്ഥലമായി മാറുക എന്ന ഉറപ്പുള്ളത് കൊണ്ട് ഒരു തലമുറയെ, വളർന്നു വരുന്ന തലമുറയെ കൃത്യമായി ട്രെയിനിങ് കൊടുക്കണം എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന് പറയുന്ന പരിപാടി നവകേരള മിഷന്റെ ഭാഗമായി സർക്കാർ നടപ്പിലാക്കുന്നത്. കുലിക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് അംഗം എം സൈദലവി അധ്യക്ഷത വഹിച്ചു. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VM മുഹമ്മദ് അലി മുഖ്യാതിഥിയായിരുന്നു. BPO കെ വേണുഗോപാൽ, AEO D ഷാജിമോൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മിസിദ സൂരജ്, റഷീദ ഗഫൂർ, നുസൈബ അഷ്റഫ്, ബൽക്കീസ് യൂസഫ്, PTA പ്രസിഡന്റ് KP മുരളീധരൻ, പ്രധാനാധ്യാപിക പത്മജ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം ജൻ ഔഷധി കേന്ദ്രത്തിൽ ജൻ ഔഷധി ദിനാചരണം സംഘടിപ്പിച്ചു. രാജ്യവ്യാപകമായി നടന്ന ദിനാചരണത്തിന്റെ ഭാഗമായാണ് അങ്ങാടിപ്പുറത്തും ജൻ ഔഷധി ദിനാചരണം നടന്നത്. അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് O കേശവൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇംഗ്ലീഷ് മരുന്നുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നൽകുന്ന പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി പദ്ധതി രാജ്യത്ത് മാർച്ച് 7 ജൻ ഔഷധി ദിനമായി ആചരിച്ചു. അങ്ങാടിപ്പുറത്ത് നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് O കേശവൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ രാജ്യത്ത് ഏകദേശം 5000-ഓളം കേന്ദ്രങ്ങൾ ഇന്ന് നല്ല രൂപത്തിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 400ഓളം കേന്ദ്രങ്ങൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ജൻ ഔഷധി പരിയോജന കേരള നോഡൽ ഓഫീസർ നിഷാന്ത് നായർ, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഷെരീഫ്, പ്രതീഷ് കുമാർ, ഹംസ, മുഹമ്മദ് അലി, B രതീഷ്, C രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. പരിപാടിയിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ വിവിധ മേഖലകളിലുള്ളവർ പങ്കെടുത്തു. എല്ലാവർക്കും കുറഞ്ഞ നിരക്കിൽ ഗുണമേന്മയുള്ള മരുന്നുകൾ ലഭ്യമാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ സ്ഥാപിച്ച മെഡിക്കൽ ഷോപ്പുകളുടെ ശൃംഖലയാണ് ജൻ ഔഷധി കേന്ദ്രം. ഡയബറ്റീസ്, ബ്ലഡ് പ്രഷർ, ക്യാൻസർ, ഗ്യാസ്ട്രോ, വൈറ്റമിൻസ്, ആൻറ്റിബയോട്ടിക് തുടങ്ങിയ 700-ൽ പരം മരുന്നുകൾ ഈ കേന്ദ്രത്തിൽ നിന്നും 90% വരെ ലാഭത്തിൽ ലഭ്യമാണ്. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. മണ്ണാർക്കാട് കല്യാണക്കാപ്പ് ബീരാൻ ഔലിയ ബാലിക അഗതി മന്ദിരത്തിലെ 2 അന്തേവാസികൾ കൂടി വിവാഹിതരാകുന്നു. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 നടക്കുന്ന ചടങ്ങിന് പാണക്കാട് സാബിക് അലി ശിഹാബ് തങ്ങൾ നേതൃത്വം നൽകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഷൈമ, യുംന എന്നീ 2 യുവതികളാണ് യത്തീംഖാനയിൽ സുമംഗലികളാവുന്നത്. 26ാമത് വിവാഹമാണ് ശനിയാഴ്ച നടക്കുക. ഉച്ചയ്ക്ക് 12 യത്തീംഖാനയിൽ നടക്കുന്ന ചടങ്ങിന് പാണക്കാട് സാബിക് അലി ശിഹാബ് തങ്ങൾ നേതൃത്വം നൽകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. കല്യാണക്കാപ്പ് പ്രവർത്തിച്ചു വരുന്ന 5 വർഷക്കാലമായി 10-50 പാവപ്പെട്ട നിർദ്ധരായ പെൺകുട്ടികളുടെ യത്തീംഖാനയാണ്.
അതിൽ 25ഓളം വിവാഹം ഇപ്പോൾ കഴിഞ്ഞു. ആ അന്തേവാസികൾക്ക് ഈ വരുന്ന ശനിയാഴ്ച മാർച്ച് മാസം 9-ാം തീയതി 2 വിവാഹങ്ങൾ കൂടി നടക്കുകയാണ്. ഈ ചടങ്ങ് നടക്കുന്ന വേദിയിലേക്ക് ആദ്യമായി എല്ലാവരെയും ക്ഷണിക്കുകയാണ്. വളരെ അച്ചടക്കത്തോടുകൂടി അതുപോലെ തന്നെ ദീനിയായ വിദ്യാർത്ഥിനികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അന്തേവാസികളായ 2 ഷൈമയും അതുപോലെ തന്നെ ഷൈമ യമുന എന്നീ 2 കുട്ടികളുടെ വിവാഹമാണ്. ഭാരവാഹികളായ OP ഷെരീഫ്, ഫക്രുദ്ദീൻ ഉസ്താദ്, KT സൈനുദ്ദീൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. DCC പ്രസിഡന്റ് VK ശ്രീകണ്ഠൻ നയിക്കുന്ന ജയ്ഹോ പദയാത്രയ്ക്ക് തച്ചനാട്ടുകര കുണ്ടൂർകുന്ന് പുല്ലാനി വട്ടയിൽ സ്വീകരണം നൽകി. KPCC സെക്രട്ടറി C ചന്ദ്രൻ സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. തച്ചനാട്ടുകര മണ്ഡലം പ്രസിഡന്റ് E ഗോപാലകൃഷ്ണൻ അധ്യക്ഷനായി. N സൈദ് അലി, KT ഹരിഗോവിന്ദൻ, K രാമകൃഷ്ണൻ, PV രാജേഷ്, മോഹൻദാസ് എന്നിവരും സംസാരിച്ചു. സാർവദേശീയ മഹിളാ ദിനത്തിന്റെ ഭാഗമായി മഹിളാ അസോസിയേഷൻ ഏലംകുളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നവാങ്കന 2019 എന്ന പേരിൽ വനിതാ സെമിനാർ സംഘടിപ്പിച്ചു. വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ച 16 വനിതകളെ ചടങ്ങിൽ ആദരിച്ചു. മഹിളാ അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം ഹഫ്സ മുഹമ്മദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. NC ശാരദ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് K ആയിഷ മികച്ച വനിതകളെ ആദരിച്ചു. K ജലജ, വിജയലക്ഷ്മി, K സ്വപ്ന, ബാബുരാജ്, അനിത പള്ളത്ത്, K പ്രസീത, K തങ്കമണി, TP സുമ, ശാന്തകുമാരി തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. BJPയെ ഒറ്റയ്ക്ക് നേരിടാൻ കോൺഗ്രസും CPM-ഉം ഭയപ്പെട്ടു തുടങ്ങിയെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ. കേരളത്തിലും ഇരുവരും ചേർന്ന് ഒറ്റ സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ മതിയെന്നും ശോഭാ സുരേന്ദ്രൻ. BJP പരിവർത്തന യാത്രയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം. വയനാട്ടിൽ പോലീസ് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട മാവോയിസ്റ്റ് CP ജലീലിന്റെ മൃതദേഹം പാണ്ടിക്കാട്ടെ വീട്ടുവളപ്പിൽ ഖബറടക്കി. മൃതദേഹം എത്തിച്ചത് വൻ പോലീസ് സുരക്ഷയും. മണ്ണാർക്കാട് ആനമുടിയിൽ മാവോയിസ്റ്റ് അനുകൂല പോസ്റ്ററുകൾ. വനിതാ ദിനത്തിൽ പ്രത്യക്ഷപ്പെട്ട പോസ്റ്ററിലുള്ളത് സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. പോലീസ് അന്വേഷണം ആരംഭിച്ചു. PMAY ഗുണഭോക്താക്കളെ ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് വഞ്ചിച്ചെന്ന വാർത്ത അടിസ്ഥാനരഹിതവും രാഷ്ട്രീയ പ്രേരിതവുമെന്ന് പ്രസിഡന്റ് P അരവിന്ദാക്ഷൻ. വീട് ലഭിക്കാതിരുന്നത് കേന്ദ്രത്തിന്റെ അധിക കോട്ട പ്രതീക്ഷിച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയവർക്കെന്ന് പ്രസിഡന്റ്. ബ്ലോക്ക് പഞ്ചായത്ത് വീട് നൽകുമ്പോൾ ആദ്യ പരിഗണന ഇവർക്കെന്നും പ്രസിഡന്റ്. പാലക്കാട് DCC പ്രസിഡന്റ് VK ശ്രീകണ്ഠൻ നയിക്കുന്ന ജയ്ഹോ പദയാത്ര മണ്ണാർക്കാട് പര്യടനം നടത്തി. മോദി ഭരണത്തിൽ രാജ്യം 10 വർഷം പിറകോട്ട് പോയെന്ന് VK ശ്രീകണ്ഠൻ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.